അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ സഖ്യത്തിന് 9 സീറ്റുകളുടെ ഒരു ഏകദേശം പകുതി സീറ്റുകളുടെ ലീഡ് നില വന്നിട്ടുണ്ട്. 121 സീറ്റുകളുടെ ലീഡ് നില വന്നപ്പോഴാണ് 73 സീറ്റുകളിൽ NDAയുടെ BJP JDU മുന്നണി ലീഡ്, 47 സീറ്റുകളിൽ MGBയുടെ ലീഡ് എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പകുതി സീറ്റുകളുടെ ലീഡ് മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. ഈ ട്രെൻഡിൽ ഇനി എന്തു മാറ്റം വരുവാനാണ് എന്നാണ് ഇപ്പോൾ നോക്കേണ്ടത്. RJD 32 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അത്രയും സീറ്റുകളിൽ BJPയും ലീഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി RJD ആയിരുന്നു. ഈ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ BJP ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഇത്തവണ BJPയും RJDയും ഒരേ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തവണയും ഉണ്ടാകുന്നത്. NDAയിൽ BJPയും JDUവും ഒരേ രീതിയിൽ തന്നെ മുന്നേറുന്നു. അതാണ് ആ സഖ്യത്തിന്റെ കരുത്തായി നിൽക്കുന്നത്. മറുവശത്ത് RJDയുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത്. മറുവശത്ത് കോൺഗ്രസും ദുർബലമാകുന്നു. ഇടത് പാർട്ടികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുന്നേറുന്നുണ്ട്. ഇപ്പോൾ 75 സീറ്റുകളായിട്ട് 77 സീറ്റുകളുടെ ലീഡായിട്ട് NDAയുടെ ഉയർന്നിരിക്കുന്നു. 47 സീറ്റുകളിൽ MGB എന്ന രീതിയിൽ ഏകപക്ഷീയമായ ഒരു വിജയമായിരിക്കില്ല ഒരു മുന്നണിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ തുടക്ക സമയത്ത് 78ലേക്ക് ലീഡ് കയറി എന്ന് പറയുമ്പോൾ NDAയുടെ വലിയൊരു മുന്നേറ്റം തുടക്ക സമയത്ത് കാണുന്നു. 47 സീറ്റുകളിൽ MGB എന്ന രീതിയിലേക്ക് വരുന്നു. മഹാസഖ്യം അത്രയും സീറ്റുകൾ 78 എന്നുള്ളത് വലിയൊരു ലീഡിലേക്ക് തുടക്ക സമയത്ത് വരികയാണ് NDA. മനു, ട്രെൻഡിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇപ്പോൾ അത് BJP ക്യാമ്പുകളിൽ ആഹ്ലാദത്തിന്റെ തുടക്കം. അവര് ഇപ്പോൾ അതായത് നിതീഷ് കുമാർ, അതുപോലെ പ്രധാനമന്ത്രി ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി, ഉപേന്ദ്ര കുഷ്വ എന്നീ പഞ്ചപാണ്ഡവരുടെ വിജയമാണ് ബീഹാറിന്റെ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറയുന്നു. ലഡുവിനൊപ്പം ജിലേബി കൂടി ഓർഡർ ചെയ്തു, സത്ത പൊറോട്ട ഓർഡർ ചെയ്തു എന്നൊക്കെയുള്ള തുടക്ക സമയത്ത് ഈ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ BJP ക്യാമ്പുകൾ ഉഷാറായി എന്ന് വേണം കരുതാൻ. തുടക്കത്തിൽ രാവിലെ പറഞ്ഞിരുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഹ്ലാദം വേണ്ട, ആഹ്ലാദ ആരവങ്ങൾ വേണ്ട എന്ന്. പക്ഷേ അണികൾ അണികൾ വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 78 എന്നുള്ളത് ചെറിയ സംഖ്യ അല്ല. NDAക്ക് 15 സീറ്റുകളുടെ ഗെയിനാണ് അവിടെ വന്നിരിക്കുന്നത്. ലീഡ് നില നോക്കുമ്പോൾ 15 സീറ്റുകൾ, കഴിഞ്ഞ തവണ തോറ്റ 15 സീറ്റുകളിൽ പോലും ഇത്തവണ ലീഡ് നേടി എന്നുള്ളതാണ് NDAയുടെ ഈ ഒരു ആവേശത്തിന് കാരണം. മാത്രമല്ല ഈ ചെറിയ പാർട്ടികൾ നോക്കൂ, ഈ ഹിന്ദുസ്ഥാൻ അവാമി ലീഗിനെ പോലുള്ള RLMനെ പോലുള്ള ചിരാഗ് പാസ്വാനെ പോലുള്ളവർ അവരുടെ മികവ് ആദ്യഘട്ടത്തിൽ എന്തായാലും തെളിയിക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ ഇതുപോലെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് മുന്നണിക്ക് വലിയ ഒരു നേട്ടമാകും. അതേസമയം നേരെ മറിച്ച് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു പ്രകടനവും കാണാൻ കഴിയുന്നില്ല. ജൻസുരാജ് പാർട്ടിക്ക് ഇപ്പോഴും ആ ലീഡ് നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് മഞ്ജുഷ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്ര നേരം അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിം തന്നെയാണ്. അതേസമയം ഇവിടെ നോക്കൂ, കോൺഗ്രസിന് ഒട്ടും ഇത് നേടാൻ കഴിയുന്നില്ല. 9 സീറ്റുകളിൽ മാത്രം ഇതുവരെ ഡബിൾ ഫിഗറിലേക്ക് കോൺഗ്രസിന് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 62 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ആണ് വെറും 9 സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുന്നത്. RJDയുടെ ഒറ്റ കരുത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം 47 സീറ്റുകളിലെങ്കിലും ലീഡ് ചെയ്യുന്നത് എന്നതാണ്. പക്ഷേ NDA 81, 16 സീറ്റുകളുടെ ഗെയിനാണ്. 16 കൃത്യമായിട്ട് മാജിക് ബോളിൽ കൃത്യമായിട്ട് കണക്ക് 16 സീറ്റുകളുടെ ഗെയിൻ ഇപ്പോഴും NDAക്കുണ്ട്. ഇന്ത്യക്ക് 13 സീറ്റുകളുടെ ലോസ് ആണ് വന്നിട്ടുള്ളത് കോൺഗ്രസ് RJD സഖ്യത്തിന്. അതിന് കാരണം കോൺഗ്രസിന്റെ സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. JSP 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ എന്നുള്ളത് ഒവൈസിയുടെ പാർട്ടി ആയിരിക്കും. സീമാഞ്ചൽ നോക്കാം അല്ലേ? എനിക്കിത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സീമാഞ്ചൽ എങ്ങനെയാണ്, എവിടെയാ, ഏത്? അത് കഴിഞ്ഞ വർഷത്തെ ഇതാണ് നമ്മുടെ സീമാഞ്ചൽ. അത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. എന്തായാലും ഒരു സീറ്റിൽ ലീഡുണ്ട്. അത് ഒവൈസിയുടെ പാർട്ടിയാണ് ലീഡ് ചെയ്യുന്നത്. അതായത് GDA എന്ന രീതിയിൽ അല്ലേ, ഡെമോക്രാറ്റിക് അലയൻസ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ലീഡ് ഇല്ല അല്ലേ? NDA ഇപ്പോൾ നോക്കുമ്പോൾ NDA 11 സീറ്റുകൾ എന്ന് പറയുന്നത് സീമാഞ്ചൽ മേഖലയിൽ 11 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. BJP 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ തന്നെ അതായത് സീമാഞ്ചൽ മേഖലയിൽ പോലും BJPയുടെ ലീഡാണ് ഇത്തവണ വരുന്നത് എന്നുള്ളതാണ്. മേഖല തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് കണക്ക്. അത് സീമാഞ്ചലിൽ മാത്രം നോക്കുമ്പോൾ NDA 11, 2 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തേക്കാൾ, അതായത് ഇന്ത്യ സഖ്യത്തിന് ശക്തി കൂടിയ ഒരു മേഖലയാണ് സീമാഞ്ചൽ. അവിടെയാണ് കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ. പല മണ്ഡലങ്ങളിൽ 40%-ലധികം മുസ്ലിം പോപ്പുലേഷനുള്ള BJPയിൽ വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു വരുന്ന മണ്ഡലങ്ങൾ അവിടെയാണ് ഈ റീജിയൻ. ഓരോ മേഖല തിരിച്ചുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അവിടെയും ലീഡ് കൂടുന്നത് NDAക്ക്. രണ്ടും കൂടി ചേർന്ന് ബഗൽപൂർ
ഭഗൽപൂർ സീമാഞ്ചൽ ഏരിയ മുഴുവൻ നോക്കുമ്പോൾ NDA 23, ഇന്ത്യ സഖ്യം 10 എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ലീഡ് നില നോക്കുമ്പോൾ 84 സീറ്റുകൾ, 84 സീറ്റുകളിൽ ഇപ്പോഴും NDAയുടെ ലീഡാണ്. അതേസമയം ഇന്ത്യ സഖ്യം 50 സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. ഏതാണ്ട് മുഴുവൻ സീറ്റുകളുടെയും ലീഡ് നില അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് 84 എന്നുള്ള കൂറ്റൻ സംഖ്യയിലേക്ക് NDA കുതിക്കുന്നത്. അതിൽ തന്നെ BJP 39 ഇതുവരെയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിന് ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന ട്രെൻഡുകളെല്ലാം തന്നെ പൂർണ്ണമായും എല്ലാ മണ്ഡലങ്ങളിലെയും പോസ്റ്റൽ വോട്ടിൻ്റെതാണ്. അത് കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയാണ്. ബീഹാറിൽ നിന്ന് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നമ്മൾ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എങ്ങും ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന എല്ലാ റിസൾട്ടും പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിൻ്റേത് മാത്രമാണ്. സാധാരണഗതിയിലൊക്കെ ഈ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ അതിനൊപ്പം തന്നെ 5-10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആരംഭിച്ചിട്ടില്ല. മഹാഗഡ്ബന്ധൻ പോസ്റ്റൽ വോട്ട് എണ്ണിയ ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടന്നാൽ മതിയെന്ന നിർബന്ധത്തിൽ നിൽക്കുകയാണ്. ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. ഒരു സ്ഥലത്തും ഇതുവരെയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല.